ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും greenaskitchen സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ്. നമ്മൾ ചായക്കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പാത്രത്തിലേക്ക് ഒരു 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സവാള അരിയുമ്പം ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിതിലേക്കൊരു 1-2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവണം, വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം, അതുപോലെ സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ആദ്യം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിൽ നമുക്ക് സവാളയാണ് കൂടുതൽ വേണ്ടത്. മൈദ ഇതിനൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ മൈദ അതുപോലെ 4 ടേബിൾ സ്പൂൺ കടലമാവുമായിട്ട് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാനൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നോട്ടെ. ഈ സമയത്ത് ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരുളകളാക്കി എടുക്കണം. അതിന് ശേഷം നമുക്കിത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടിയിലേക്ക് ഉള്ളിവട ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തീയ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിന് എനിക്ക് 9 ഉള്ളിവട കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.